അപ്പോൾ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രീ മാർക്കറ്റുണ്ട്, പോസ്റ്റ് മാർക്കറ്റുണ്ട്. പോസ്റ്റ് മാർക്കറ്റിലും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ജേണലാണ്. നമ്മളെപ്പോഴും നമ്മളെടുക്കുന്ന ട്രേഡിങ് ഫുൾ ഡീറ്റെയിൽസ് ജേണൽ ചെയ്ത് വെക്കണം. സ്ക്രീൻഷോട്ട് ആണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, നമ്മുടെ പ്ലാൻ എന്തായിരുന്നു, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം. എന്നെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു റുട്ടീനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം രാവിലെ ചെയ്യണം. അതിന് ശേഷം ഇത് കഴിഞ്ഞ് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് അന്നത്തെ ദിവസം നിർത്തിയതിന് ശേഷം ഇത് ഇത്രയും ചെയ്യണം. പോസ്റ്റ് മാർക്കറ്റായിട്ട് നിങ്ങൾ ഇത് ഇത്രയും ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, നിങ്ങളുടെ റീസണിങ് എന്താണ്, ഇമോഷൻ എന്തായിരുന്നു, അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒരു ജേണലിൽ എഴുതി വെക്കണം. എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ജേണലിൽ എഴുതി വെക്കാം, അത് ഒരു ബുക്കിലോ എല്ലാം എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ ആപ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കാൽക്ക് എന്ന് പറയുന്ന ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്പാണ്. അത് കണക്ക് ശരിക്കും ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫോണിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ഒരു 10 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് ആണെങ്കിലും മതി. 5 മിനിറ്റിൽ എല്ലാം ചടപടയെന്ന് നമുക്കെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റി, എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുത്തതെന്നും എല്ലാം. അത് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്ന, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലോട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ജേണൽ എഴുതണം എന്ന് പറയുന്നത്. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് ഈ ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒരു ട്രേഡറും ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അതുള്ള കാര്യമാണ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻ ആയിട്ട് എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 10 പോയിന്റിന് താഴെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഇനി ട്രേഡ് എടുക്കുന്നില്ല. അതായത് ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവണം. അതിനെയാണ് ഹാർഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അതേപോലെ തന്നെ ഡെയിലി ലോസ്, എത്ര ലോസ് വരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 1 lakh ഉള്ള ആളാണെങ്കിൽ ഒരു 1000-2000 മാക്സിമം, അത്രയും മാത്രമേ പോകാൻ പാടുള്ളൂ. അതിന് കൂടുതൽ പോകാൻ പാടില്ല. അതേപോലെ തന്നെ എത്ര റിസ്ക് എടുക്കണം എന്നുള്ള കാര്യവും നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കണം. അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ പൊസിഷൻ സൈസ് ഒന്നും കൂട്ടാൻ പാടില്ല. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ എൻട്രി എടുത്തത്. ആ എൻട്രി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, 2 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ വരെ റിസ്ക് എടുക്കാവുന്നതാണ്. 1 lakh ഉണ്ടെങ്കിലും 2000 വരെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാവുന്നതാണ്. 2% ആണ് ഞാൻ പറഞ്ഞത്. 2% നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3% ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ 4% ടാർഗറ്റ് വെക്കുക. റിസ്ക് റിവാർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഓവർ ട്രേഡിങ് നിങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മാക്സിമം 3 2 മാക്സിമം 3, അതിനപ്പുറം ഒരിക്കലും ഒരു ട്രേഡിങ് എടുക്കാൻ പാടില്ല. മാക്സിമം 3 ട്രേഡ്സിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ലോസിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അത് മാക്സിമം ആലോചിക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ റിവെഞ്ച് ട്രേഡിങ് അങ്ങനെ എന്തെങ്കിലും താണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്തെങ്കിലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, നിങ്ങളിവിടെ ഒരു ബൈ എൻട്രിയാണ് എടുത്തത്. നിങ്ങൾ വിചാരിച്ചില്ല മാർക്കറ്റ് ഇത്രയും താഴോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ബൈ എടുത്തപ്പോഴത്തേനും ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത്രയും പോയി. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 2000 ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പോയി നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ്, നിങ്ങൾ എക്സിറ്റ് ആയപ്പോഴത്തേനും 4000 അടുപ്പിച്ച് നിങ്ങൾക്ക് ലോസായി. അപ്പോൾ നിങ്ങളുടെ മാക്സിമത്തിനെ കാട്ടി അപ്പുറത്തേക്ക് 4000 ലോസായി. അതായത് 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് 4000 അടിച്ചു. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കുക, പോവുക. കാരണം പിന്നെ അവിടെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ പിന്നെ വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇനി ഫുള്ള് താഴോട്ടായിരിക്കും പോകുന്ന എന്ന് കരുതി നിങ്ങൾ പിന്നെ അവിടെ ഒരു ട്രേഡ് എടുക്കും, ഇവിടെ വരെ പ്രോഫിറ്റ് എടുക്കും. പക്ഷേ ഇവിടെ വരെ എത്തുമ്പോഴും ഈ 2000 കവർ ആവത്തില്ല.
4000 കവർ ആവത്തില്ല. അപ്പോൾ നിങ്ങൾ 4000 ആവാൻ വേണ്ടി പിന്നെയും വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് പിന്നെയും മേളിലോട്ട് പോകും. നിങ്ങൾക്ക് വീണ്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും. 6000 ആവും, 8000 ആവും, അങ്ങനെ മൈനസായി പൊക്കോണ്ടിരിക്കും. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സാണ് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും ഓവർ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇറങ്ങി ഓടുക, അല്ലെങ്കിൽ നടക്കുക, എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് അത് ഫുള്ള് കളയും. നിങ്ങൾ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഡിസ്ട്രാക്ട് ചെയ്യുക. മാർക്കറ്റിൽ നോക്കിയിരിക്കരുത്. മാർക്കറ്റിൽ 50,000 60,000 ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ 50,000 60,000 ലോസ് ആക്കുന്ന ആൾക്കാരുണ്ട്. അതെപ്പോഴും മൈൻഡ് ചെയ്തിരിക്കുക. നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ട്രേഡർ ആവാതിരിക്കട്ടെ എന്ന് തന്നെ ചിന്തിക്കുക. ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ചില റൂൾസാണ്. നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം സൈസിൽ, അതായത് നിങ്ങൾക്ക് ഒരു ട്രേഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പില്ല ഇത് ചിലപ്പോൾ താഴോട്ട് പോവോ, ചിലപ്പോൾ മുകളിലോട്ട് പോവോ, എന്നാലും നിങ്ങൾക്ക് ട്രേഡ് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു റിസ്കിൽ ട്രേഡ് എടുക്കുക, പൊസിഷൻ സൈസ് കുറയ്ക്കുക. അതേപോലെ തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അത് പോവുകയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ റീട്രേസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോള് വേണ്ട, ഈ ഒരു ഫോള് നിങ്ങൾക്ക് മിസ്സായെന്ന് വിചാരിച്ചോ. ഈ ഒരു ഫോള് മിസ്സായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അടുത്തൊരു ഫോള് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആവും. ഇത്രയും പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഏകദേശം 162 പോയിന്റ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് നല്ല പോയിന്റ്സ് ആണ്. 162 പോയിന്റ്സ് ഒക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ സൈസ് കണക്കിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 150 ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000 6,000 റുപ്പീസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 162 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും അത്രയും ഇതുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രേഡ് മിസ്സായെന്നും പറഞ്ഞ് ഉടനെ തന്നെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് അത്രയും പൈസ കിട്ടത്തില്ല. റീട്രേസ്മെൻറ്റ് ആവാൻ തന്നെ വെയിറ്റ് ചെയ്യണം. റീട്രേസ്മെൻറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് പിന്നെയും പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആങ്കറും ഓവർ കോൺഫിഡൻസും അതെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ 4 ഇൻഹേൽ ഹോൾഡ് എക്സേൽ അതൊക്കെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് 4 സെക്കൻഡ് ഇൻഹേലും ഹോൾഡും എക്സേലൊക്കെ ചെയ്യുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻ്റ് ആണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങളെപ്പോഴും ലാർജ് സ്കെയിലുള്ള സിംഗിൾ ട്രേഡ് ലോസസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ 2000 ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 2000 തന്നെ നിങ്ങൾ എക്സിറ്റ് അടിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ആൻഡ് നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് എല്ലാം പോകുന്നതാണ്. അതേപോലെ തന്നെ ട്രയൽ വിന്നേഴ്സ് മെത്തോഡിക്കലി വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല ട്രയൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഡെയിലി റിസ്ക് റിവാർഡ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജേണലിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വീക്ക്ലി എടുത്ത് നോക്കണം. ഈ ഓരോ ആഴ്ച കഴിയുന്നതോറും നമ്മൾ എപ്പോഴൊക്കെ ട്രേഡ് എടുത്തു, എത്ര ട്രേഡ് എടുത്തു, എന്തൊക്കെയായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക്, അതിനെല്ലാം ജേണൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും നമ്മൾ എവിടെയാണ് നമ്മുടെ നോളജ് കുറവ്, നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ജേണൽ മസ്റ്റാണ് ബിഗിനർ ട്രേഡേഴ്സിന്. അതേപോലെ തന്നെ പിന്നെ ഇതിലൊന്നും പറയില്ല, പിന്നെ ഇതും കുഴപ്പമില്ല. പിന്നെ ന്യൂസ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. എൻവയോൺമെൻറ്റ് ഡിസൈൻ 30 ഡേ ചാലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേനും 30 ദിവസം നിങ്ങൾ ഒരു സെറ്റപ്പിനെ ഫോളോ ചെയ്യുക. നിങ്ങളിപ്പോൾ പിവോട്ട് എന്ന് പറയുന്ന സെറ്റപ്പിലാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിവോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ S1 ബ്രേക്ക് ചെയ്തു, S2 സപ്പോർട്ട് ലെവലിൽ ഇവിടെ ബ്രേക്ക് വന്നു. അപ്പോൾ ഈ ബ്രേക്കിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം S3 വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം, പക്ഷേ ഇത് പിവോട്ട് എപ്പോഴും
വർക്ക് ആവണമെന്നൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള ദിവസങ്ങൾ വരും. നിങ്ങളിപ്പോൾ ഇവിടെയാണ് ട്രേഡ് എടുത്തത്, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, ബ്രേക്കായി, നിങ്ങൾ R1 വരെ ടാർഗറ്റ് വെച്ചു, കിട്ടത്തില്ല. കാരണം സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇതിൻ്റെ ഡേലോ നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ആക്യുറസി കുറവാണ്. പക്ഷേ അതിൻ്റെ ഇത് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഇവിടെ കറക്റ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെയും കിട്ടത്തില്ല. ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇതുവരെയാണ് വെയിറ്റ് ചെയ്യുന്നത്. R1 നിന്ന് ബ്രേക്കായി നേരെ പിവോട്ട് ലെവലിൽ വരും എന്ന് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ വന്നിട്ടില്ല. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ബ്രേക്കിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതുവരെ സമയം 12 മണി വരെ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. പക്ഷേ ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ലോസ് വരുമ്പം മിനിമലായിരിക്കും. ഞാൻ ചില സമയത്ത് ഞാൻ പിവോട്ടിലാണ് ചെയ്യാറ്. അല്ലാത്ത മിക്ക സമയത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് പുൾ ബാക്കിലാണ് എൻട്രി എടുക്കാറ്. എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ ആ ട്രേഡിംഗ് സെറ്റപ്പ് ഒരിക്കലും ആരും കോപ്പി അടിക്കാൻ പാടില്ല. കാരണം എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി. ഇപ്പോൾ എൻ്റെ വ്യൂവിന് വന്നിട്ടില്ലെങ്കിൽ ഞാനത് മാറ്റും. അതുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് കണ്ടിട്ട് ആരും ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എടുക്കാതിരിക്കുക. സ്വന്തമായിട്ട് തന്നെ മാക്സിമം ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇഷ്ടം പോലെ ഇൻഡിക്കേറ്റേഴ്സ് അത് ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതേപോലെ തന്നെ ചിലർക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ആകുമ്പോൾ ട്രേഡ് എടുക്കുന്നവരുണ്ട്. ഫുൾ ബാക്ക് എൻട്രിയിൽ ട്രേഡ് എടുക്കുന്നവരുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ 1:2 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഫിറ്റബിൾ ആവും. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് തന്നെ പോകണം. ഇല്ലെങ്കിൽ ഒരു കാലത്തും പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല. അപ്പോൾ വീക്ക്ലിയിൽ ഒരു 30 ദിവസം നിങ്ങളുടെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രേഡിംഗ് വ്യൂ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മിത്സും ഫാക്ട്സും പറഞ്ഞുതരാം. കുറേ പേര് വിചാരമുണ്ട് ഇപ്പം 3-4 മൾട്ടിപ്പിൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ അവർ വലിയ ട്രേഡ് എടുക്കുന്ന. അങ്ങനെയൊന്നുമില്ല. ഒരു സ്ക്രീനുള്ളവരാണെങ്കിലും മതി. ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ കുറവാണെങ്കിൽ ബെറ്റർ ഡിസിഷൻസ് നമ്മളെപ്പോഴും എടുക്കും. ചിലർ നിങ്ങളിപ്പോൾ വീട്ടിൽ ഇരുന്നാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് മേ ബി ഒരു റൂം എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സെറ്റപ്പിലേക്ക് മാറി ഇരുന്നിട്ട് ഒന്ന് ട്രേഡ് എടുക്കുകയോ നിങ്ങൾ കുറച്ചുകൂടെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. ഞാൻ യൂഷ്വലി റൂമിനകത്ത് അടച്ചിട്ടാണ് എൻ്റെ റൂമിലാണ് എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. കാരണം എനിക്ക് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ഡബിൾ മൈൻഡ് ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ട്രേഡ് എടുക്കാറ്. പിന്നെ ഹൈ വിൻ റേറ്റ് കൂടുതലെന്ന് പറഞ്ഞ് ഒരിക്കലും സക്സസ് ആവത്തില്ല. എപ്പോഴും റിസ്ക് കൺട്രോളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് കൺട്രോളും പൊസിഷൻ സൈസും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫിക്സ്ഡ് ആയിരിക്കണം. ആ കൺസിസ്റ്റൻസി മാത്രമേ നമുക്ക് ഒരു പ്രോഫിറ്റബിളായ ഒരു ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നിങ്ങൾ ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും, ഏതൊരു ടൂൾ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ സ്ട്രാറ്റജി ഒരിക്കലും 100% റിസൾട്ട് തരത്തില്ല. മാക്സിമം 60 or 70 കിട്ടത്തുള്ളൂ ഏതൊരു ഇതെടുത്താലും. പക്ഷേ നിങ്ങൾ 100% വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റബിൾ ആകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ നിങ്ങളുടെ വ്യൂ അനുസരിച്ച് ഇത് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആവുന്നു, ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു, പോകുന്നു. ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും നല്ലൊരു ട്രേഡർ ആവത്തില്ല. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ലോസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. പിന്നെ ഇമോഷൻ്റെ പുറത്ത് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ ഇമോഷൻസ് കാണും. അതൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. നമ്മൾ 1% ആണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും പോയിന്റ്സ് ഉണ്ട്.
നമ്മുടെ എന്താണ് നമ്മുടെ റൂള്, എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ്, അതെല്ലാം നമ്മൾ എഴുതി വെച്ചിരിക്കണം. നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. എത്ര പെർസെൻറ്റേജ് നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും എന്ന് എഴുതി വയ്ക്കണം. അതേപോലെ തന്നെ ജേണൽ അത് മസ്റ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ള ട്രേഡേഴ്സിന് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനെപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം കൂടെയാണ്. ഞാൻ എന്തായാലും എൻ്റെ ജേണൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു മാസത്തെ. അതേപോലെ തന്നെ ട്രേഡിങ് മാക്സിമം ഡെയിലി ലോസ് കഴിഞ്ഞാൽ അതിനുശേഷം ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ന്യൂസൊക്കെ ഉള്ള ദിവസങ്ങളിലും റിവെഞ്ച് ട്രേഡിങ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂസിൽ ഇന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ വെറുതെയാണ്. മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ആദ്യം മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തായാലും എല്ലാവരും പോസിറ്റീവിൽ ബൈ എടുക്കുമ്പോഴത്തേനും അവരുടെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തായാലും കുറേ സെല്ലിങ്ങിലോട്ട് ആദ്യം കടത്തിയതിന് ശേഷം മാത്രമേ ബൈയിങ്ങിലോട്ട് വരത്തുള്ളൂ. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെന്താണ്, പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് റൊട്ടീനും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ഇതിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയർലി 1 month ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതായത് വിന്നിങ്/ലൂസിങ് സ്ട്രീക്ക് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മൾക്ക് ഇപ്പം വിന്നിങ് കൂടുതലാണെങ്കിൽ നമ്മളെ പൊസിഷൻ സൈസ് അങ്ങനെ കൂട്ടാതിരിക്കുക. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു പൊസിഷൻ സൈസൊക്കെ കൂട്ടാവൂ. പിന്നെ ഫോമോ ഉള്ള ദിവസം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1% ആ ട്രേഡറായിട്ട് കഴിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം കറൻ്റ്ലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു മാസത്തെ, അതായത് ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു മാസത്തെ പ്രോഫിറ്റ് ലോസൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഒരു വലിയൊരു ഇതും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്ന കണക്ക് ട്രേഡ് ചെയ്യുക. ക്വാണ്ടിറ്റിയൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം 105 ക്വാണ്ടിറ്റി. അത് ലോസ് ആകുമ്പോഴത്തേനും 1125 ക്വാണ്ടിറ്റി എടുക്കുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എനിക്ക് 1000 ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 1000 വെച്ചിട്ട് ഇപ്പോൾ 2000 ആയി. 2000 ആയപ്പോഴത്തേനും എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ ഈ 2000 പിടിക്കാനായിട്ട് ഞാൻ 1001 ഇത്രയും ക്വാണ്ടിറ്റിയിൽ അടുത്ത ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡും ലോസായി. ആ ട്രേഡ് 1500 രൂപ അവിടെയും പോയി. അത് കഴിഞ്ഞിട്ട് ആ ദിവസം ഞാൻ പിന്നെ നിർത്തിയെന്ന് തോന്നുന്നു. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ രണ്ടിൻ്റെയും ഇത് സെയിം ദിവസത്തിലാണെന്ന് തോന്നുന്നു. അതെ ആയിരിക്കും. ഞാൻ ഡേ ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സെയിം ഡേയിലാണ് 1425 ക്വാണ്ടിറ്റി. ഇതിനെ പിടിക്കാനായിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തു, അതും പൊട്ടി. ഇതെല്ലാം സെറ്റപ്പ് എല്ലാം റാൻഡം ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് 10,000 പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണോ സെയിം ദിവസമാണോ എന്ന് അറിയത്തില്ല, പിന്നെയും ഒരു 805 ക്വാണ്ടിറ്റി. ഇത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. എല്ലാത്തിലും നിഫ്റ്റിന്ന് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ഒരു 10,000 പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4,000 കിട്ടി, 4,000 പിന്നെയും, പിന്നെ ഒരു 2,000. ഇത് കറക്റ്റ് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. 2,000 പിന്നെ അത് കഴിഞ്ഞിട്ട് 4,000 പിന്നെയും ലോസ്, പിന്നെ 2,000 ലോസ്, 4,000 ലോസ്, പിന്നെ ഒരു 5,000 കിട്ടി, 4,000 ലോസ്, 4,000 ലോസ്, 7,000 കിട്ടി, 6,000 ലോസ്. 7,000 കിട്ടിയെന്ന് പറയുമ്പോഴത്തേനും ഈ 4,000 3,000 കൂടെ കൂട്ടുമ്പോഴും 7,000 ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ട്രേഡായിരുന്നു ഇത്. എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രോഫിറ്റ് ആവാൻ വേണ്ടി പിന്നെയും ട്രേഡ് എടുത്തു, അതും ലോസായി 6,000. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ തുടക്കത്തിൽ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു മാസത്തെ ട്രേഡാണ്. ഞാൻ തുടക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 48 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു മന്ത്ലി ഒരു 20 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 20 വർക്കിംഗ് ഡേയ്സിൽ ഞാൻ നിയർലി 50
ട്രേഡ് അടിച്ചിട്ടുണ്ട്. അതൊന്നും അത്രയും ട്രേഡ്സ് ഒന്നും എടുക്കാൻ പാടത്തില്ല. 50 ട്രേഡ് ഇത് ഞാൻ 10 ദിവസം 12 ദിവസം ഉള്ള ട്രേഡിംഗ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ എമൗണ്ട് വാഷ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഫണ്ട്. അപ്പോൾ അത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ എൻ്റെ ഓക്കെ ഇത് ഇത്രയും നോക്കുമ്പോഴത്തേന് നമുക്ക് കാണാം 19 ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. 19 സമ്മ് 41,000. ഇതിലെ പ്രോഫിറ്റബിൾ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് 19 വിൻ ചെയ്തപ്പോഴത്തേനും 41,000 ആണ്. അപ്പോൾ ഞാൻ 19 ഇൻറ്റു 76,000 ആണ് എനിക്ക് ആക്ച്വലി ഇതിൽ കിട്ടേണ്ടിയിരുന്നത്. ഞാനിപ്പോൾ 19 വിജയിച്ചിട്ടുള്ളൂ എങ്കിലും 76,000 രൂപ മിനിമം എനിക്ക് വരേണ്ടതായിരുന്നു. കാരണം എൻ്റെ 4,000ഉം 2,000 എന്നുള്ള രീതിക്കാണ് ചെയ്തിരുന്നതെങ്കിൽ എനിക്കിപ്പോൾ 70,000 മിനിമം ഈ പ്രോഫിറ്റ് 90 കൗണ്ടിൽ 19 അതായത് 50 ട്രേഡ് എടുത്തതിൽ 19 വിജയിച്ചിരുന്നുവെങ്കിൽ എനിക്ക് 76,000 രൂപ പ്രോഫിറ്റബിൾ ആവണം. ഇത് കാണണമായിരുന്നു ടോട്ടൽ വിൻ അത്രയും കാണണമായിരുന്നു. പക്ഷേ അത്രയും ഇല്ല. എനിക്ക് ഏകദേശം 41,000 ഉള്ളൂ. കാരണം വിൻ എടുക്കുമ്പോഴേ അത് ശ്രദ്ധിച്ചാൽ 1,500 അങ്ങനത്തെ രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. ലോസ് എടുക്കുമ്പോൾ 10,000 അടുപ്പിച്ച് ലോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് ഒന്നുകൂടെ നോക്കട്ടെ. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ലോസ് എടുത്ത കൗണ്ട് നോക്കുകയാണെങ്കിൽ 28 കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ 28 ഇതിപ്പോൾ 76. അപ്പോൾ 28 ഇൻറ്റു 2,000 56,000. അതായത് 56,000 രൂപ പോകത്തുള്ളായിരുന്നു. ഞാൻ ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 28 പൊട്ടി കിട്ടും. 19 ട്രേഡേ ഞാൻ വിജയിച്ചിട്ടുള്ളൂ. അതായത് 76,000 സംതിങ് 56,000 രൂപ പോയി കഴിഞ്ഞാൽ എനിക്ക് 20,000 രൂപ ആ മന്തിൽ എനിക്ക് പ്രോഫിറ്റബിൾ ആവാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? ഓവർ ട്രേഡിങ്, റിവെഞ്ച് ട്രേഡിങ്, അതേപോലെ തന്നെ എന്തൊക്കെ ട്രേഡിങ് വൃത്തിയായിട്ട ട്രേഡിങ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം മൂഞ്ചി തെറ്റിപ്പോയ ഒരു സമയമായിരുന്നു അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ഒരു ട്രേഡ് പോയി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും പറ്റത്തില്ല. മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. 2,000 അല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ പൊസിഷൻ സൈസ് അതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ആ ട്രേഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങി പോവുക. ചില ദിവസങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ടാർഗറ്റ് എത്തുന്ന ദിവസങ്ങളുണ്ടാവാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്നെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയ ഒരു ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 20,000 റുപ്പീസിലെ 20,000 പ്രോഫിറ്റബിൾ ആവേണ്ടടുത്തിരുന്നത് ഞാൻ ഇത് 1 lakh ഉണ്ട്. നിയർലി 1 lakh റുപ്പീസ് ഞാൻ വെറുതെ പൊട്ടിച്ച് കളഞ്ഞു. അതിൽ എനിക്ക് പ്രോഫിറ്റ് എത്രയായിരുന്നു? 46,000 എങ്ങാണ്ടായിരുന്നു. 54,000 എനിക്ക് ലോസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ആ 60,000 റുപ്പീസ് എന്തോ ഇട്ടാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് 60,000 ഇട്ടിട്ട് എൻ്റെ എല്ലാ പൈസയും അടിച്ചു പോയിട്ടുള്ളൊരു കാലമായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ നാൾ വാച്ച് ചെയ്യുക മാത്രമായിരുന്നു. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റായി. പിന്നെ അതിനുശേഷം ഈ ഇടയ്ക്കാണ് പിന്നെ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാനിപ്പോൾ സ്ട്രിക്ട്ലി എൻ്റെ ഡെയിലി റുട്ടീനും അതായത് റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസും എല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്തായാലും ഓരോ മാസം കഴിയുന്തോറും ഞാൻ എൻ്റെ പ്രോഫിറ്റും ലോസും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് സെറോദയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ഗ്രോ അല്ലെങ്കിൽ പേടിഎം മണി അങ്ങനത്തെ ആപ്ലിക്കേഷനിലാണ്. ഇത് ഞാൻ അല്ലാണ്ട് ആ സമയത്ത് ഞാൻ ജേണൽ ചെയ്ത് വെച്ചോണ്ട് എനിക്ക് കിട്ടിയതാണ്. ആ സമയത്ത് ഞാൻ ജേണൽ ചെയ്യുമായിരുന്നു വെറുതെ. പക്ഷേ ആ ജേണൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ചെയ്തിടും എന്നല്ലാണ്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് ഞാൻ ലോസിലായെന്നൊന്നും ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ബാക്ക് ഇൻ ഡേയ്സ് ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റെന്താണ്. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബിലെ പഴയ വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും.
ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ എന്താണ്. പക്ഷേ ഞാൻ ഇടാത്ത കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ലാപ്ടോപ്സിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്ന് കണ്ടു. എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് എനിക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഈ PPT ഒക്കെ സെറ്റ് ചെയ്ത് 1 മന്ത് ട്രെയിൻ ചെയ്തു. ഇനി ഞാൻ പഴയതുപോലെ ആവോ ഇല്ലയെന്ന് അറിയത്തില്ല. അതെന്തായാലും ഫ്യൂച്ചറിലെ കാര്യമാണ്. നമുക്ക് അത് കണ്ടറിയാം, നേരിട്ട് കണ്ടറിയാം. ഇനിയും ഫുൾ എൻ്റെ ക്യാപിറ്റൽ പോവുകയാണെങ്കിൽ ഞാൻ പിന്നെയും ബ്രേക്ക് എടുക്കാം. പിന്നെയും ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെയും വരും. എന്തായാലും കണ്ടറിയാം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും താങ്ക് യു.